8 ദിവസം കണ്ടായാലും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2 months ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ ട്രാൻസ്ഫർമേഷൻ കണ്ടോ. യു ക്യാൻ സീ ചെസ്റ്റിൻ്റെ നോർമൽ പോസ് വരുന്നത് സൈഡ് ചെസ്റ്റാണ്. സൈഡ് ചെസ്റ്റ് പോസിൽ കൈ വെച്ച് ഈ ചെസ്റ്റിനെ പുഷ് ചെയ്യും. ചെസ്റ്റ് ലാസ്റ്റ് റെപ്പിൽ ഇനി കൈ ഇവിടുന്ന് അനങ്ങില്ലെന്ന് തോന്നുന്നു. അതേപോലെ ചെയ്യണം. ദെൻ സ്ട്രെയിറ്റ് ടു ചെസ്റ്റ് ഫ്ലൈസ്. അയ്യോ നന്നായിട്ട് കിട്ടി. ചെസ്റ്റിൻ്റെ സ്റ്റെർണോകോസ്റ്റൽ ഹെഡാണ് ഫോക്കസ് ചെയ്യുന്നത്. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെസ്റ്റിൻ്റെ വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സും ഫ്രണ്ട്സും എല്ലാം ചോദിച്ചൊരു സാധനമാണ് വർക്കൗട്ടിൻ്റെ വീഡിയോ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇന്ന് എൻ്റെ ചെസ്റ്റ് ആൻഡ് ട്രൈസെപ്സ് ഡേ ആണ്. ഞാൻ നോർമലി വർക്കൗട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ചെസ്റ്റ്, ട്രൈസെപ്സ്, ബാക്ക് ബൈസെപ്സ്, പിന്നെ ഷോൾഡർ, ദെൻ ലെഗ്, പിന്നെ ഒരു ഡേ കാർഡിയോ. അപ്പോൾ ഇന്ന് ചെസ്റ്റും ട്രൈസെപ്സും ആണ്. ഞാൻ ഹൈപ്പർട്രോഫി എന്നുള്ളൊരു ലെവലിൽ നമുക്ക് നാച്ചുറലി മാക്സിമം ഗെയിനിങ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ളത് ഈ ചെസ്റ്റും ട്രൈസെപ്സും അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു സ്പ്ലിറ്റ് ഫോളോ ചെയ്യുന്നതാണ്. കാരണം സ്ട്രെങ്ത് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ പുഷ് പുൾ ലെഗ് ആയിരിക്കും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. സ്ട്രെങ്ത് ഗെയിൻ ആവാൻ വേണ്ടി ഈ പുഷ് പുൾ ലെഗ് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ തോന്നി. പക്ഷേ ഹൈപ്പർട്രോഫിക്ക് ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട് ഒത്തിരി ഒന്നും വർക്കൗട്ട്സ് നമ്മൾ ചെയ്യുന്നില്ല. ഒരു രീതി നോക്കുമ്പോൾ കുറേ വർക്കൗട്ട് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ചെയ്യുന്ന വർക്കൗട്ട് പ്രോപ്പറായിട്ട് ആവശ്യത്തിന് ആ മസിലിൻ്റെ ഗ്രോത്തിന് വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അപ്പോൾ നമുക്ക് വർക്കൗട്ടിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ വാമപ്പ് കഴിഞ്ഞിട്ട് നിൽക്കുവാണ്. വാമപ്പിൻ്റെ എല്ലാ ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് ഇടുന്നതാണ്. ഓരോ വർക്കൗട്ട് സ്പെസിഫിക് ആയിട്ടുള്ള വാമപ്പ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ വർക്കൗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അങ്ങോട്ടേക്ക് ഇനി കുറേ വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ് ഉറപ്പായിട്ടും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് വർക്കൗട്ട് ചെസ്റ്റിൻ്റെ ഫ്ലാറ്റ് ഡംബൽ പ്രസ്സാണ് ചെയ്യാൻ പോകുന്നത്. ഫ്ലാറ്റ് ഡംബൽ പ്രസ് ഞാൻ ചെയ്യാൻ പോകുന്നത് 4 സെറ്റാണ് ടോട്ടൽ ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് സെറ്റ് ഒരു വാം സെറ്റാണ്. അപ്പോൾ ഈ സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെയ്റ്റ്സ് എടുക്കാം. ഒരു 20 റെപ്പിറ്റേഷനോ അല്ലെങ്കിൽ 15 റെപ്പിറ്റേഷനോ പോകുന്ന രീതിയിലുള്ള ലൈറ്റ് ആയിട്ടുള്ള വെയ്റ്റ്സ് എടുക്കാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന 10 വെച്ചിട്ടാണ്. 10 kg ഡംബൽസ്. ഇരിക്കുക, ലെഗ്സ് പ്ലേസ് ചെയ്യുക, സ്കാപ്പുലയും കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്യുക, ദെൻ ബ്രീത്ത്. ട്വൻറ്റി റെപ്സ് ഈസി ആയിട്ട് പോയി 10 kg. നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് വർക്കിംഗ് സെറ്റ് ആണെന്നും തന്നെ നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് വർക്കിംഗ് സെറ്റായിട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിനിപ്പോൾ റെസ്റ്റ് ഒന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അത്രയും ഒരു പ്രോബ്ലം തോന്നുന്നില്ല. എ സി ഇട്ടിട്ടില്ല, കാരണം എ സി ഇട്ടിങ്ങനെ അതിൻ്റെ നോയ്സ് ഉള്ളതുകൊണ്ട് ഒന്ന് ചൂടെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് സെറ്റ് നമുക്ക് ഒരു 17.5 എടുക്കാം. എത്ര റെപ്സ് വേണം? ഒരു 10 to 12 റെപ്സ് പോയാൽ മതി. അതാണ് എൻ്റെ എയിം. പക്ഷേ ചെയ്യുന്ന റെപ്സ് കറക്റ്റ് പ്രോപ്പർ ഫോമിൽ മാക്സിമം മസിലിനെ ഫീൽ ചെയ്ത് തന്നെ ചെയ്യുക. ഒരു സ്ട്രെച്ച് ഉണ്ടല്ലോ, ആ സ്ട്രെച്ചും ആ സ്ക്യൂസും ഫീൽ ചെയ്യുന്ന ലെവലിൽ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് ഹൈപ്പർട്രോഫി ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ. സ്ട്രെങ്ത് ആണെന്നുണ്ടെങ്കിൽ അവിടെ ടെക്നിക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. സോ ഇവിടെ നമ്മൾ ഹൈപ്പർട്രോഫി മാത്രമേ നോക്കുന്നുള്ളൂ. ഇപ്പോൾ കുറച്ചുകൂടെ സൈസ് ഗെയിൻ ചെയ്യാനാണ് പ്ലാൻ. നമുക്ക് 17.5 എടുക്കാം. 17.5. Order. $25. അത് തന്നെ ഹെയർ ഓക്കെ ആക്കാം. Then
ഡമ്പൽ എടുത്ത് ശരിയായില്ല. ഇറ്റ്സ് ഓക്കെ. 17.5 വലിയ പ്രശ്നമില്ലായിരുന്നു. നെക്സ്റ്റ് നമുക്ക് 25 എടുക്കാം. ദെൻ അടുത്ത സെറ്റ് നമുക്ക് 30 എടുക്കാം. ഇവിടെ നമ്മളടുത്ത് 30 വരെ ഡമ്പലുള്ളൂ. സോ ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമുക്ക് ബാർബെൽ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. കാരണം ഡമ്പലാണ് ഉള്ളതിൽ ബെസ്റ്റ്. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള ഡമ്പലിൻ്റെ വെയിറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനം ബാർബലാണ്. എപ്പോഴും ഡമ്പൽ തന്നെ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ലെവലാണെങ്കിലും ഹൈപ്പർട്രോഫി ലെവലാണെങ്കിലും ഡെവലപ്മെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ ഡമ്പൽസ് ആണ് ബെറ്റർ. പക്ഷേ എല്ലായിടത്തും വലിയ ഡമ്പൽസ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ പുതിയതിപ്പോൾ വാങ്ങിച്ചാണ് 30 ഡമ്പൽ. ഇപ്പോൾ നമ്മൾ അടുത്ത ഡമ്പൽ വാങ്ങിക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ 30 ഡമ്പലാണുള്ളത്. നമുക്ക് 25 നെക്സ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 30 ചെയ്യാം. ഫസ്റ്റ് അപ്പോൾ നമ്മൾ 25 ഡമ്പലിൽ 6 റെപ്സോ അല്ലേ? 6 റെപ്സാണോ നമ്മൾ ചെയ്തത്? 6 ആണോ 8 ആണോ? 8 റെപ്സ് കൂട്ടാം. ഓക്കെ, ഞാൻ കൗണ്ട് ചെയ്ത് എഴുതാട്ടോ. 8 റെപ്സ് ചെയ്തു. നെക്സ്റ്റ് 30 ഡമ്പൽ. ഒരു 2 മിനിറ്റ്സ് റെസ്റ്റ്. 2 മിനിറ്റ്സ് റെസ്റ്റ് എടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ 30 ഡമ്പൽ ചെയ്യും. 30 ഡമ്പലിൽ 5 to 6 റെപ്സ് മാക്സിമം. അതിന് താഴെ പോയാലും കുഴപ്പമില്ല. പക്ഷേ ചെയ്യുന്ന റെപ്പിറ്റേഷൻസ് കറക്റ്റ് ചെസ്റ്റിന് തന്നെ ഫീൽ ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ നോക്കാം. അതിന് മുമ്പ് വെച്ച് ദോശയൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ തന്നെ ചെസ്റ്റ് നന്നായിട്ട് പമ്പായാലും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് പോരാ. നമ്മളിന്ന് ചെസ്റ്റിൻ്റെ സ്റ്റെർണോകോസ്റ്റൽ ഹെഡാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ചെസ്റ്റ് ഡേയിൽ നമ്മൾ കുറച്ചും കൂടെ ക്ലാവിക്കുലാർ ഹെഡ് ഫോക്കസ് ചെയ്യും. നമ്മുടെ അപ്പർ ചെസ്റ്റ്. ഇന്നിപ്പോൾ നമ്മൾ നോർമലി ഈ ഒരു ഏരിയ ആണ് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ട്രൈസെപ്സ്. അപ്പോൾ യെസ്, റെഡി ആയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് സെറ്റ് ചെയ്യാം. എടുത്തത് ശരിയായില്ല, പക്ഷെ കുഴപ്പമില്ല. ഒയ്യോ, നന്നായിട്ട് കിട്ടി. ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും ചെസ്റ്റ് മുകളിലെത്തിക്കുമ്പോഴത്തേന്ന് സ്ക്യൂസ് ആവുന്ന നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. 3 റെപ്സേ പോയുള്ളൂ. 5 എം ചെയ്താൽ 3 റെപ്സേ പോയുള്ളൂ. സോ നെക്സ്റ്റ് ടൈം മിനിമം 4 to 5 എങ്കിലും ചെയ്യാൻ വേണ്ടി നോക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ട്. ബിഗിനിങ് ആണേ. കുറേ നാളായി വർക്കൗട്ട് ചെയ്തിട്ട്. ഒരു ഓൾമോസ്റ്റ് 5 months ആയിട്ട് ഭയങ്കര ശോകം. അതായത് മന്ത്ലി ചിലപ്പോൾ ഒരു 3 ദിവസം വർക്കൗട്ട് ചെയ്ത വർക്കൗട്ട് അത്ര ഉണ്ടാകുമല്ലോ. അപ്പോൾ ലാസ്റ്റ് 1 വീക്ക് ആയിട്ടുള്ളൂ ഡെയിലി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. സൺഡേസ് റെസ്റ്റ് എടുത്തു. ബാക്കിയുള്ള ഡേയ്സ് ഒരു 8 days ആയി കാണും ടോട്ടൽ വർക്കൗട്ട്. അപ്പം ചെസ്റ്റ് ചെയ്യുമ്പോൾ മസിൽ ഗെയിൻ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ മൈൻഡ് മസിൽ കണക്ഷൻ സയൻറ്റിഫിക്കലി അത്ര ആക്യുറേറ്റ് ഒന്നുമല്ല, എന്നാലും നോക്കണം. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന സൂപ്പർ സെറ്റാണ്. കൈൻഡ് ഓഫ് ഒരു മൈക്ക് മെൻസർ ഇൻസ്പയർഡ് ആയിട്ടുള്ള വർക്കൗട്ട് നമ്മളൊന്ന് ഫോളോ ചെയ്യുന്നത്. സോ പഠിക്കുന്നു.
സൂപ്പർ സെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ സാധനം ഇതിപ്പോൾ സീറ്റഡ് ചെസ്റ്റ് പ്രസ് മെഷീനാണ്. ഇതോ ഏതെങ്കിലുമൊക്കെ വേറെ ചെസ്റ്റ് മെഷീൻ ഉണ്ടെങ്കിൽ അതിനകത്ത് മാക്സിമം വെയിറ്റ് ലോഡ് ചെയ്ത് ഒരു 6, 7, 8 മാക്സിമം 8 റെപ്പിറ്റേഷൻ അത്രയും വരുന്ന രീതിയിൽ വെയിറ്റ് ആഡ് ചെയ്യാം. ഞാൻ ഇതിനകത്ത് 65 kg ഫസ്റ്റ് ഇടുന്നത്. 65 kg എന്ന് പറയുമ്പോൾ ഈ മെഷീനകത്ത് ഏകദേശം ആണോ മറ്റുണ്ടോ എവിടെ ഇവിടെ എവിടെ നോക്ക് ഇത്രയും വരും. 65 kg ഒരു 3/4 ഭാഗം ഫസ്റ്റ് സെറ്റ് അത്രയും ചെയ്യാം. ദെൻ സ്ട്രെയിറ്റ് ടു ചെസ്റ്റ് ഫ്ലൈസ്. ഓക്കെ, സീറ്റ് ഇറക്കട്ടെ. ഫ്ലൈസ്. ഫ്ലൈസിനകത്ത് നമ്മളിത് 45 kg ഫ്ലൈസിനകത്ത് ഇടുന്നുണ്ട്. സൂപ്പർ സെറ്റ്. Slow and steady. Excuse. ഇതുപോലാണോ ഓരോ വെപ്പും ചെയ്യാൻ. നമുക്ക് വേണമെങ്കിൽ പടപടയെന്ന് അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 10-12 ബാൻസൊന്നും ചെയ്യാം. പക്ഷേ അതിലത്ര കാര്യമില്ല, പറഞ്ഞല്ലോ. പിന്നെ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങളൊരു ബിഗിനറാണ്, ജസ്റ്റ് വർക്കൗട്ട് ചെയ്തിട്ടൊരു സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ റിപ്പിറ്റേഷൻസ് കൂടുതൽ ചെയ്യാം, കാരണം മൈൻഡ് കണക്റ്റ് ആവാൻ. ദെൻ നിങ്ങളൊരു എന്താ പറയുക 1 year ആയെന്നുണ്ടെങ്കിലും ഒരു 50-20 റെപ്പിറ്റേഷൻ ലെവലൊക്കെ ചെയ്താലും ഇറ്റ്സ് എ ഗുഡ്. നിങ്ങളുടെ പ്രോഗ്രഷൻ അനുസരിച്ചിരിക്കും. ഞാനിപ്പോൾ കുറേ കൊല്ലമായി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫോം തെറ്റി ഇങ്ങനെ ഹെവി വെയിറ്റ് ഇട്ടിട്ട് സ്ലോ റെപ്പ് ചെയ്യുമ്പോൾ ഫോം തെറ്റാനോ അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഇഞ്ചുറീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഹെവി ഇട്ടിട്ട് അത്രയും കൺട്രോൾ ചെയ്ത് അങ്ങനെ ചെയ്യണമെന്നില്ല. ഒരു മോഡറേറ്റ് സ്പീഡിലൊക്കെ ചെയ്യാം. ഞാൻ ശരിക്കും കൺട്രോൾ ചെയ്താൽ ചെയ്യാൻ നോക്കിയത്. ഓക്കെ, കുഞ്ഞ് റെസ്റ്റ്. ദെൻ ഒരു സെറ്റും കൂടെ. ജസ്റ്റ് ആ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, പോസ് ചെയ്യുക.
ഓക്കെ, ശരി. വെയിറ്റ് കൂട്ടുക. 65 ആയിരുന്നു, 75 ആക്കി. അത് മാക്സിമം ഉള്ളത് 90 kg. Easy, controlled reps. 3, 4, 5. Block. വെയിറ്റ്സ് ഒന്നും ഇൻക്രീസ് ചെയ്യുന്നില്ല, സെയിം വെയിറ്റ് 45 kg. Stretch. ജസ്റ്റ് ലാസ്റ്റ് റെപ്പിൽ ഇനി കൈ ഇവിടുന്ന് അനങ്ങില്ല എന്ന് തോന്നുന്നു. അതേപോലെ ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ 6-7 വർക്കൗട്ടും ചെസ്റ്റ് ചെയ്യാനുള്ള നമ്മൾ ചെയ്യുന്ന ആകെ 3 വർക്കൗട്ടാണ്. അത് 2 സൂപ്പർ സെറ്റും 1 അല്ലാതെയും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഗ്രോത്ത് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ യെസ്, ഇങ്ങനെ ചെയ്താലും മതി. ഒത്തിരി വർക്കൗട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എസ്പെഷ്യലി നിങ്ങൾ നാച്ചുറലായിട്ട് ചെയ്യുന്നത്. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സ്റ്റെറോയിഡ്സൊക്കെ യൂസ് ചെയ്ത് കോമ്പറ്റീറ്റീവ് ബോഡി ബിൽഡിങ് ചെയ്യുന്ന ആൾക്കാരെ ഫോളോ അപ്പ് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക്. നമ്മുടെ ഗ്രോത്ത് കുറയത്തേ ഉള്ളൂ ആവശ്യമില്ലാണ്ട് ഒത്തിരി വോളിയം വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ. യെസ്, അപ്പോൾ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഞാനീ പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്നുള്ളത് നിങ്ങൾക്കൊരു 2-3 മന്ത്സിൽ കാണാം. ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു സയൻറ്റിഫിക് വേ നമുക്ക് മാക്സിമം നാച്ചുറലി മസിൽ ഗ്രോ ചെയ്യാനായിട്ട്. ഓക്കെ, ലാസ്റ്റ് വെയിറ്റ് പിന്നെ കൂട്ടി 80 kg.
കാസറ്റ്. ചെസ്റ്റിൻ്റെ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് ട്രൈസെപ്സ്. 2 വർക്കൗട്ട് ട്രൈസെപ്സ് ആണല്ലോ. ഫസ്റ്റ് 45 kg കേബിളിൽ പുഷ്ണമുള്ള എക്സ്റ്റൻഷൻ. എക്സ്റ്റൻഷൻ 15 reps 45 kg. നമ്മൾ 8 55 ആക്കി. കാരണം നമുക്ക് ഒത്തിരി റെപ്പിറ്റേഷൻസ് ഇൻട്രസ്റ്റ് ഇല്ല. പോണത്ര റെപ്സ് പോയാൽ മതി. മിനിമം ഒരു 5 ആണ് എൻ്റെ എയിം. അതിന് മുകളിലേക്ക് പോയിക്കാൻ അത്ര നല്ല. ലാസ്റ്റ് ആ 5 എത്തണ ലെവലിൽ 3rd സെറ്റ് സ്റ്റോപ്പ് ചെയ്യും. അതനുസരിച്ച് വെയിറ്റ് ഇടും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് പോസ് ചെയ്യുന്നതല്ലോ. നമ്മൾ ഏത് പാർട്ടിനാണോ വർക്കൗട്ട് ചെയ്യണത് ആ പാർട്ടിന് ഉള്ള ഒരു പ്രോപ്പർ പോസിങ് റൂട്ടീൻ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഭയങ്കര നല്ലതാണ്. നമുക്ക് പോസിങ്ങിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇടുന്നതാണ്. എസ്പെഷ്യലി കോമ്പറ്റിറ്റീവ് ലെവലിൽ
നമ്മുടെ കമ്പൽസറി പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ ഭാവിയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അടുത്ത് തന്നെ. അപ്പോൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, സെക്കൻഡ് സെറ്റ്. സത്യം പറഞ്ഞാൽ എൻ്റെ സ്കിന്നിലൊക്കെ കുറച്ച് ഫാറ്റ് കയറി. നേരത്തെയൊക്കെ ട്രൈസെപ്സ് പിടിക്കുമ്പോൾ ഇങ്ങനെ മസിൽ ബണ്ടിൽസ് വിസിബിൾ ആയിരുന്നു. ഇപ്പം വിസിബിൾ അല്ല. നമ്മൾ ലാസ്റ്റ് സെറ്റ് 65 kg ആക്കി. കാരണം 10 റെപ്പിറ്റേഷൻസ് പോയായിരുന്നു. നമുക്ക് 10 വേണ്ട, നമുക്കൊരു 5 റെപ്പിറ്റേഷൻസ് വന്നാൽ മതി. One, two. That's one. ട്രൈസെപ്സ് ഒക്കെ പോയി. മസിൽ ലോസ്. യെസ്, അപ്പം നമ്മൾ ലാസ്റ്റ് വർക്കൗട്ടിലേക്ക് കടക്കുവാണ്. ട്രൈസെപ്സിൻ്റെ ഓവർ എക്സ്റ്റൻഷൻ. ഓവർ ഹെഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ട്രൈസെപ്സിൻ്റെ ഓൾമോസ്റ്റ് 3 ഹെഡ്സും ഹിറ്റ് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ്. ഒത്തിരി താത്തിടാറില്ല, ഞാൻ ഒത്തിരി വെയിറ്റ് ഇടാറില്ല. അതെങ്കിൽ ഷോൾഡർ നമുക്കൊരു അൺകംഫർട്ടബിൾ ഫീൽ വരും ഹെവി ഇടാന്ന് വെച്ചാൽ. സോ ഇത് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ ഈ എന്താ പറയുക, ട്രൈസെപ്സ് എക്സ്റ്റൻഷൻ ചെയ്തതിൻ്റെ ഒരു കറക്റ്റ് വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ കിട്ടുന്നുണ്ട്. സോ ഈ ഒരു സന്ദർഭം ഞാൻ നിങ്ങൾ തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ ഫോളോ ചെയ്യാൻ വേണ്ടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ നമ്മളിങ്ങനെ കുറച്ച് ഡെയിലി അപ്ഡേറ്റ്സും റീൽസും എക്സ്ട്രാ പോസ്റ്റ് ചെയ്യാറുണ്ട്, യൂട്യൂബിൽ ഇടാറുണ്ട്. സബ്സ്ക്രൈബും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വർക്കൗട്ടാണ് ട്രൈസെപ്സ് എക്സ്റ്റൻഷൻ. ഇതിന് ശേഷം ഞാൻ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ പറയാം. റെപ്പിറ്റേഷൻസ് എത്രയാണെന്ന് എണ്ണയില്ല കേട്ടോ. പക്ഷെ ഒരു മിഡ് സെറ്റായപ്പോൾ തന്നെ നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ തുടങ്ങി. യെസ്, അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങൾ മസിൽ ഹൈപ്പർട്രോഫിയാണ്, അതായത് മസിലിന് സൈസ് കൂട്ടുക എന്നുള്ളൊരു എയിമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നല്ല ഹൈ ഇൻറ്റൻസീവ് ആയിട്ടുള്ള വെയിറ്റ് ട്രെയിനിങ്. ഒത്തിരി റെപ്പിറ്റേഷൻസ് ഒന്നും ചെയ്തിട്ടൊരു കാര്യമില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു 10 റെപ്പിറ്റേഷനൊക്കെ വരുന്നില്ല. അത്യാവശ്യം നിങ്ങൾ 2 വർഷം ആയി വർക്കൗട്ടൊക്കെ, ഇല്ലെങ്കിൽ ഒരു 15 റെപ്പിറ്റേഷനൊക്കെ വരുന്ന രീതിയിൽ ഫെയിലിയർ വരണം അത്യാവശ്യം. 3 വർക്കൗട്ട് നിങ്ങൾ ചെയ്യുന്നുള്ളെങ്കിലും ആ 3 വർക്കൗട്ടിൽ 2 വർക്കൗട്ടെങ്കിലും നല്ല രീതിയിൽ ഫെയിലിയർ വരുന്നുണ്ടെങ്കിൽ, മസിൽ ഫെയിലിയറിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ ഇത് മതി.
അതല്ലാതെ ചുമ്മാ കുറേ റെപ്പിറ്റേഷൻസും കുറേ ടൈപ്പ് ഓഫ് വർക്കൗട്ടും വാരി വലിച്ച് ചെയ്തിട്ട് ഒരു കാര്യമില്ല. 8 വർഷം അല്ല 10 വർഷം ആയി വർക്കൗട്ട് ചെയ്യുന്നത്. നിങ്ങൾ കാണുന്ന പല ആൾക്കാരും നല്ല രീതിയിൽ സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്തിട്ട് ഡയറ്റ് നോക്കി മസിൽ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. നമ്മൾ നാച്ചുറലി ആണ് മസിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് നിങ്ങൾക്ക് ദൂരം വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യാം, കാരണം അതനുസരിച്ച് റിക്കവറി ആവും. പക്ഷേ നാച്ചുറലി അത്രയും റിക്കവറി ആവില്ല. നിങ്ങളുടെ മസിൽ ഗ്രോത്തിനെ കുറച്ച് ബാക്കിലേക്ക് വലിക്കത്തേ ഉള്ളൂ. അപ്പോൾ കറക്റ്റ് എന്താണോ വേണ്ടത് അത് മാത്രം ചെയ്യാം. ഒത്തിരി ടൈമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മാക്സിമം ഒരു 45 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് 2 പാർട്സൊക്കെ വർക്കൗട്ട് ഫിനിഷ് ചെയ്യാം. പവർ ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ സ്ട്രെങ്തനിങ് ഭയങ്കരമായിട്ടുള്ള സ്ട്രെങ്ത്താണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് റൂട്ടീൻ മാറും കേട്ടോ. നാച്ചുറലി ബോഡി ബിൽഡ് ചെയ്യാനാണെങ്കിലാണ് ഇപ്പോൾ ഞാനീ പറഞ്ഞ സംഭവം. നിങ്ങൾ എൻഹാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ ചെയ്യാം, ദൂരം വേണമെങ്കിൽ ചെയ്യാം. അതനുസരിച്ച് നിങ്ങൾക്ക് റിക്കവറി ആയിക്കോളും. ഇല്ലെങ്കിൽ ചുമ്മാ നമ്മൾ കാരണം വാരി വലിച്ച് ചെയ്തിട്ട് കഞ്ഞിയും വേറും കുടിച്ചിട്ട് അത് വെച്ച് ഒരിക്കലും നമുക്ക് മസിൽ ഉണ്ടാവില്ല. പിന്നെ ഒരു ആത്മസംതൃപ്തി, ആത്മനിർവൃതി അടയാൻ പറ്റും കുറേ വർക്കൗട്ട് ചെയ്ത് പട്ടിയായിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ. അല്ലാണ്ട് പറഞ്ഞ മസിൽ ഗെയിനിങ് ഹൈപ്പർട്രോഫി വലിയ കാര്യമായിട്ട് നടക്കില്ല. ഇതാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ മാത്രം അഭിപ്രായമായിട്ട് നിങ്ങളത് കണക്കാക്കാം. ഓക്കെ, നെക്സ്റ്റ് സെറ്റ്. ഒരു വെയിറ്റ് കൂട്ടാം. ഒരു സെറ്റോടെ. ഇനിയിപ്പോൾ എന്താ ടിപ്പ് പറയാം? ചെസ്റ്റിന് സത്യം പറഞ്ഞാൽ മിക്ക ആൾക്കാരുടെ ഒരു മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. കുറച്ച് ഇന്നർ ചെസ്റ്റ്, ഔട്ടർ ചെസ്റ്റ് അങ്ങനൊന്നുമില്ല. അപ്പർ ചെസ്റ്റ്, ദെൻ ഈ ഒരു മെയിൻ ഏരിയ, ആ 2 പോർഷനേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടോ ഒരു കാര്യമില്ല. പിന്നെ ഡിഫറെൻറ്റ്, ഇപ്പം ചില ആൾക്കാർക്ക് അതൊന്നുമില്ല, അതൊന്നും പറയണ്ട, കുറേ പോവും. അങ്ങനെയുള്ള മനസ്സിലാക്കുക. ചെസ്റ്റിന് സ്റ്റെർണോകോസ്റ്റൽ ഹെഡ് എന്ന് പറയും. നമ്മുടെ ഈ സ്റ്റെർണം ബോണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കണക്റ്റ് ആവുന്ന ഹെഡിനെയാണ് സ്റ്റെർണോകോസ്റ്റൽ ഹെഡ് എന്ന് പറയുന്നത്. ദെൻ ക്ലാവിക്കുലാർ ഹെഡ് എന്ന് പറയും ഈ ഏരിയ, ക്ലാവിക്കൽ ബോൺ ഈ ഒരു ഏരിയയിൽ വരുന്ന ക്ലാവിക്കുലാർ ഹെഡ്. 2 പോർഷനാണ് നമ്മൾ മെയിനായിട്ട് ഹിറ്റ് ചെയ്യാനുള്ളൂ. പിന്നെ ഇന്നർ മസിലൊക്കെ വരും, അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല, അത് തന്നെ ഹിറ്റ് ആയിക്കോളും. ഈ 2 സൈഡ് അത് നിങ്ങൾ ഡിക്ലൈൻ, ഇൻക്ലൈൻ, ഫ്ലാറ്റ് 3 ഇതിലും വേരിയേഷൻ മാറി ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെയ്തില്ല, ഇന്നിപ്പോൾ ഞാൻ സ്റ്റെർണോകോസ്റ്റൽ ഹെഡാണ് കിട്ടിയത്. നെക്സ്റ്റ് ചെസ്റ്റ് ഡേ വരുമ്പോൾ ഞാൻ ക്ലാവിക്കുലാർ ഹെഡ് ഫോക്കസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യും. സ്റ്റിൽ 2 സൈഡ് ആക്റ്റീവ് ആവും, പക്ഷേ ഒരു സൈഡ് കുറച്ച് കൂടുതൽ ആക്റ്റീവ് ആവും. അത് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈഡാണ് കുറവുള്ളത് അതനുസരിച്ച് ഫോക്കസ് ചെയ്യും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ 8 ദിവസം കണ്ടായാലും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2 months ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ട്രാൻസ്ഫർമേഷൻ കണ്ടോ. ഇറ്റ് ആൻഡ് സീ. യെസ്, ലാസ്റ്റ് സെറ്റ് ഒരെണ്ണം കൂട്ടി 30 kg ആട്ടോ ഇടുന്നുള്ളൂ. ഇത് ഇല്ല, തീർന്നു. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു സപ്പോർട്ടിങ് ഒരാളുണ്ടെങ്കിൽ 1-2 ഉറപ്പും കൂടെ കൂടുതൽ പോകും. പിന്നെ നമ്മൾ ഇനി ഡയറ്റിൻ്റെ വീഡിയോ അങ്ങനെ കുറേ വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ചെസ്റ്റിൻ്റെ പോസിങ് കൂടെ ഒന്ന് പറഞ്ഞുതരാം. നല്ലൊരു സമയമായിട്ട് തോന്നുന്നു ചെസ്റ്റിൻ്റെ പോസിങ്. യെസ്, അപ്പോൾ ചെസ്റ്റിൻ്റെ പോസ്. ചെസ്റ്റിൻ്റെ നോർമൽ പോസ് വരുന്നത് സൈഡ് ചെസ്റ്റാണ്. സൈഡ് ചെസ്റ്റ് പോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ
ഞാൻ ദേ ഈ കയ്യിൽ പിടിക്കുന്ന ഞാൻ ഈ ബൈസെപ്സ് വെച്ച് ഞാൻ ചെസ്റ്റിനെ അങ്ങോട്ടേക്ക് പുഷ് ചെയ്യും. സെയിം ടൈം എൻ്റെ ചെസ്റ്റ് നന്നായിട്ട് സ്ക്യൂസ് ചെയ്യും. നോക്കുക, ഞാനീ നമുക്ക് ഈ കൈ വെച്ച് ഈ ചെസ്റ്റിനെ പുഷ് ചെയ്യാം. സോറി, സൈഡ് ചെസ്റ്റാണ് പോസ് വരുന്നത്. ഈ കൈ വെച്ച് ഈ ചെസ്റ്റിനെ പുഷ് ചെയ്യും. ഇവിടെ ഹോൾഡ് ചെയ്യുന്ന ചെസ്റ്റ് അപ്പായിരിക്കും. ഈ പോർഷനൊക്കെ ഫുൾ അപ്പ് പോസ് ചെയ്ത് പുഷ് ചെയ്ത് ഒബ്ലിക്സ് കാണാം. കോമ്പറ്റീഷൻ ലെവലിലൊക്കെ നോക്കുമ്പോൾ ഇവിടെയും കൂടെ വിസിബിൾ ആക്കണം. ഇതിങ്ങനെ താത്തി പിടിക്കണം. ഒരു സൈഡ് ഇങ്ങനെയായിരിക്കും വരുന്നത്. കണ്ടോ? ട്രൈസെപ്സ്. ലൈറ്റിങ് ശരിയല്ല. ശരിക്കും കുറച്ചുകൂടെ നൈസ് ലൈറ്റിങ് ഉണ്ടെങ്കിൽ. ഇപ്പോൾ ജസ്റ്റ് നന്നായിട്ട് പമ്പായിട്ടുണ്ട്. അപ്പോൾ മതിയാക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ചെസ്റ്റ് ഡേ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുവാണ്. ഫസ്റ്റ് വീഡിയോ ആണ് വർക്കൗട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സജഷൻസ് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ഡീറ്റെയിൽസ് കൂടെ വർക്കൗട്ടിൻ്റെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ഇതേപോലെ ഇനി ബാക്കിൻ്റെ, ബൈസെപ്സിൻ്റെ, ഷോൾഡറിൻ്റെ, ലെഗിൻ്റെ, അങ്ങനെ ആപ്സിൻ്റെ എല്ലാം വീഡിയോസ് ചെയ്യുന്നതാണ്. കാർഡിയോ ഡേ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വീക്ക്ലി ഈ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് ഡയറ്റ്, ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന ഡയറ്റിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഇതൊന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചെസ്റ്റ് ഡേ കഴിഞ്ഞു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ്. ബൈ.